ഏറ്റവും അവസാനം സ്കൂളിൽ പോകുന്നത് മാളുമാണ്. അപ്പം അവരെ എല്ലാവരെയും വെച്ചുകൊണ്ട് അന്നേരം വീഡിയോ എടുക്കുക എന്നുള്ളത് പാടായിരുന്നു. മാളുവിന് എത്ര മണി വരെ ഉണ്ട്? 5 മണി വരെ. 5 മണി വരെ ഉണ്ട്. മാളുവിന് ഇവിടുന്ന് സ്കൂളിലേക്ക് ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ ഉണ്ട്. എത്ര നേരം കൂടിയല്ലേ മാളു? ഒരു 30 മിനിറ്റ്സ് എടുക്കും. അരമണിക്കൂർ എടുക്കും. ഓക്കെ, എന്നാൽ മാളു പോകട്ടോ. ബൈ. ബൈ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാളു, ചിക്കി, പെൺകുട്ടി എല്ലാവരും സ്കൂളിൽ പോയി. ചിക്കുവിൻ്റെ മോർണിംഗ് ഡ്യൂട്ടി, എനിക്ക് ഈവനിങ് ഡ്യൂട്ടി. ഈ സാധാരണ രീതിയിൽ കുക്കിങ്ങും അത്ര വശം ഇല്ലാത്തവരൊക്കെ ഇച്ചിരി മടിയൊക്കെ ഉള്ളവരൊക്കെ സംബന്ധിച്ച് വീട്ടിൽ ഇരിക്കുമ്പം പിള്ളേർക്ക് വേറെ ഫുഡ്, ഞങ്ങൾക്ക് വേറെ ഫുഡ്, മിക്ക ദിവസങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു ദിവസം നമ്മൾ എങ്ങനെ അങ്ങ് എത്തിക്കുമെന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. തന്നെ ആയി കഴിയുമ്പോഴേക്കും അല്ലേ? എസക്കുട്ടി അടുത്ത ദിവസം തൊട്ട് ഡേക്കറി പോവും. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓപ്പോസിറ്റ് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ എസക്കുട്ടിയെ ഡേക്കറി വിടത്തില്ല. ഇല്ലാത്ത ദിവസങ്ങളിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് ഡേക്കറി വിടുന്നത്. രാവിലെ അവന് പാലൊക്കെ കൊടുത്ത് അവന് സ്മൂത്തിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അടുത്തത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കണം. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് പറ്റിക്കഴിഞ്ഞാൽ നടക്കാൻ പോകണം അല്ലേ? ഇപ്പോൾ രാവിലത്തെ ചെറിയ ഉറക്കത്തിൻ്റെ സമയമായി. രാവിലത്തെ ജോലികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എണീറ്റ് നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത് അങ്ങ് ചെയ്ത് വയ്ക്കും. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പതുക്കെ ഉറക്കി കിടത്തിയിട്ട് ലഞ്ചിൻ്റെ പരിപാടി അല്ലേ? അവൻ ഉറങ്ങാൻ സമയം രാവിലെ ഇപ്പോൾ സമയം 8 മണി ആയതുള്ളൂ കേട്ടോ. രാവിലെ പുള്ളി 6 മണിക്ക് എണീറ്റാണ്. ചിക്കു രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളി എണീറ്റു. ചിലപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഒരു 8 മണി മുതൽ 10 മണി വരെ പുള്ളി കിടക്കും. രാവിലെ പിള്ളേരുടെ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോ സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അവരങ്ങ് പോയപ്പോഴേക്ക് അത്യാവശ്യം നമ്മൾ രാവിലെ വൃത്തിയാക്കിയിട്ടു. നല്ല തണുപ്പാണ്. -9 ഡിഗ്രിയാണ് പുറത്ത്. മക്കളൊക്കെ നടന്നാട്ടോ പോകുന്നത്, എല്ലാവരും നടന്നാണ് പോകുന്നത്. ഫില്ലിൻ്റെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം തൊട്ട് ഭയങ്കര അഡീഷനാണ് ഇവിടുത്തെ കോഫി. രാവിലെ ചിലപ്പോൾ നമ്മൾ ആ കോഫി മൊത്തം ഒന്നും കുടിക്കത്തില്ലായിരിക്കും, പക്ഷേ രാവിലെ ഓർമ്മ വേണം. ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ 11 മണിക്ക്, പിന്നെ 2 മണിക്ക്, അങ്ങനെ കുറേ കോഫി കുടിക്കും. രാവിലെ എൻ്റെ കൈ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ചിലപ്പോൾ പുള്ളി ഒറ്റ തട്ട് കിട്ടും. കുട്ടിക്ക് വേണം പാപ്പ വെച്ചിട്ട് പപ്പ പാല് തരാം. ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് എന്ന് പറഞ്ഞേ. ഇവിടെ നോക്ക്, ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ പുള്ളി നന്നായിട്ട് ഉറങ്ങി. എനിക്കറിയത്തില്ല, എസക്കുട്ടി മാത്രം പണ്ട് തൊട്ട് നമ്മൾ എടുത്തോണ്ടിരുന്നോണ്ടാണെന്ന് അറിയത്തില്ലേ, ഇവനെ കിടത്തി കഴിഞ്ഞ് ഉറങ്ങത്തില്ല. ഇവൻ ഇപ്പോൾ ചിക്കുവിൻ്റെ കൂട്ടത്തിൽ കിടക്കുവാണെങ്കിൽ പാല് പിടിച്ചാൽ കിടന്ന് ഉറങ്ങും. എൻ്റെ കൂട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പിടിക്കണം. എടുത്ത് പിടിച്ച് മാത്രമേ പുള്ളി ഉറങ്ങത്തുള്ളൂ. പുള്ളിനെ നൈസായിട്ട് കൊണ്ടൊക്കെ എടുത്തിട്ട് വേണം നമ്മുടെ പരിപാടി. ഇപ്പം കറക്റ്റ് 8 മണിയായേ. ഒരു മണിക്കൂർ കൊണ്ട് കുക്കിംഗ് വേണമെങ്കിൽ ഉത്സാഹിച്ച് തീർക്കാൻ പറ്റും. ഇതൊക്കെ വീഡിയോ ചെയ്യണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണ പ്രവാസികളായിട്ട് അതായത് ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് ചെയ്യുന്നു, ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഭാര്യമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ ഓർത്തു, ഒരു ദിവസം ഞാൻ എസക്കുട്ടിയുടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്ന ദിവസം ഒരു വീഡിയോ ചെയ്ത് തരണമെന്ന് തോന്നി. ഫ്യൂച്ചറിൽ ഇവനും കാണട്ടെ. പുള്ളിനെ കൊണ്ടേ കിടത്തിയിട്ട് നമ്മൾ പയ്യെ അനങ്ങാണ്ട് എണീറ്റ് പോകുന്നൊരു സീനുണ്ട്. അതൊക്കെ സാധാരണ നമ്മൾ റീലൊക്കെ കണ്ടിട്ടില്ലേ? ശരിക്കും അതുപോലെ തന്നെ. ഇനി എന്നാ ഉണ്ടാക്കണേന്നുള്ളതാണ്. ആദ്യമേ പിള്ളേർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ പിള്ളേർ കൂടുതൽ എല്ലാ ദിവസവും ചോറും കറി കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, കഴിക്കത്തില്ല. നാളെ നടന്നു പോയിട്ട് വരുന്നല്ലേ. പിന്നെ ഇന്ന് പാസ്ത എന്തെങ്കിലും ചിക്കനൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അതായത് എല്ലാ കാരണവന്മാർക്കും മക്കൾ എങ്ങനെയും നല്ല ഫുഡ് കഴിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിച്ചാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിന്തിക്കുകയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയം കളയുന്നത്. അവർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അധിക സമയം എടുക്കുന്നത് എനിക്കിഷ്ടമില്ല. പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും തീർക്കണം. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്, പാപ്രിക്ക പൗഡർ, കുറച്ച് ഹെർബ്സ്, പിന്നെ ഇച്ചിരി ഗാർലിക് പൗഡർ, പിന്നെ ഇത് സോളയൊക്കെ എടുത്തിട്ട് എൻ്റേതായ രീതിയിൽ സ്പഗത്തി ഉണ്ടാക്കുന്നത്. സ്പഗത്തി ഇങ്ങനെ ചൂടായി വരുന്നു. ഇതൊരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ സാധനം വേകും. പിന്നെ എല്ലാം പെട്ടെന്ന് നമ്മൾ പരിപാടി തീർക്കണം. ഞാനൊരിക്കലും കുക്ക് ചെയ്യുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിലൊന്നുമല്ല. അപ്പോൾ തന്നെ സ്പഗത്തി സെയിം ടൈമിൽ ഇതായിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. ടൊമാറ്റോ പേസ്റ്റ് ഇടും. അത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കി ഒന്നും നന്നായിട്ടൊന്ന് വേവിക്കും. പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് സ്പിനച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് ഫ്രോസൺ ആണ്.
അപ്പം അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അങ്ങ് മെൽറ്റായി സെറ്റായിക്കോളും. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളി കരഞ്ഞു. പിന്നെ അവനെ തോളത്തിട്ടിട്ടാണ് അടുത്ത പരിപാടി. ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളേ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് റെഡിയാവും. പക്ഷേ ഇവൻ എൻ്റെ തോളത്ത് കിടക്കുന്നതുകൊണ്ടുള്ള താമസം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും പുള്ളി താഴെ ഇറങ്ങിക്കോളും. ഇപ്പോൾ കറക്റ്റ് എണീറ്റുള്ളത് കൊണ്ടുള്ള പാലാണ്. എന്നാ ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മുടെ സിമ്പിൾ സ്പെഗറ്റി റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ചെറിയൊരു കരച്ചിൽ കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ എണീറ്റതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവനെ ഇനി ഇരുത്തി കുറച്ച് നേരം നമ്മൾ ഒന്നും കൂടെ തോളത്തൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും പുള്ളി സെറ്റാവും. 8 മണിക്ക് പുള്ളിനെ കിടത്തി. അത് കഴിഞ്ഞ ശേഷം ഇടയ്ക്കൊന്ന് എണീറ്റു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ തോളത്തിട്ടതിന് ശേഷം ഇപ്പോൾ തന്നെ 10:15 നല്ല ഉറക്കമാണ്. കഴിയുമ്പോഴേക്കും പുള്ളി നല്ല വിശപ്പായിട്ട് എണീക്കും. പിന്നെ പുള്ളിക്കുള്ള ഫുഡും കൂടെ നമ്മൾ റെഡിയാക്കണം. ഓൾറെഡി ഞാൻ പൊട്ടറ്റോയും പിന്നെ റൈസ്, ക്യാരറ്റൊക്കെ ചിക്കനൊക്കെ കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് അരച്ച് കൊടുത്താൽ മതി. സമയം 10:30 ആയപ്പോഴേക്കും സൺലൈറ്റൊക്കെ വന്നു തുടങ്ങി. പലരും നമ്മൾ ചോദിച്ചായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഇഗ്ലൂർ ഒരു കുഴപ്പം പറ്റില്ല. അവിടെ 1 മാസമാകുമ്പോഴാണ് എന്തായാലും ആ ബലൂൺസ് വെച്ച് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്. ഇതിനിടയ്ക്ക് 5 ദിവസം നല്ല മഴയുണ്ടായിരുന്നു. +5 ആയിരുന്നു, +5 ഒക്കെ ആയിരുന്നു. ഒന്നും കുഴപ്പമില്ല. ഒരു സാധനം പോലും പോയിട്ടില്ല. എന്തായാലും നമ്മൾ അത്ര കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം കിട്ടിയെന്നുള്ളതാണ്. ഇത്രയും നാളതൊരു കുഴപ്പമില്ലാണ്ടിരുന്നില്ലേ. ഇനിയും നിൽക്കും. എനിക്ക് തോന്നുന്നു 10-15 ദിവസം കൂടെ നല്ല മൈനസാണ്. പക്ഷേ സ്നോ കുറവാണേ. അങ്ങനെ ഫൈനലി വീണ്ടും എണീറ്റിട്ടുണ്ട്. നമുക്ക് പാപ്പം തിന്നണ്ടേ? പാപ്പം തിന്നണ്ടേ? അയ്യോ, വീണ്ടും ഉറക്ക ക്ഷീണമാണോ? പാപ്പം തിന്നാൻ ഇരുത്തിയിട്ട് കാര്യത്തിലാണ്. അപ്പം പാപ്പം ഉണ്ടാക്കി തരണ്ടേ? പാപ്പം ഉണ്ടാക്കി തരാം. നമ്മൾ റൈസ്, പൊട്ടറ്റോ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാ ഒന്നുമില്ല കേട്ടോ. പപ്പ അരച്ച് കഴിഞ്ഞു പപ്പ തരാം കേട്ടോ. എക്സിക്യൂട്ടീവ്ക്ക് ഫുഡ് വാരി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പീസ് ചിക്കൻ എന്തെങ്കിലും എടുത്ത് അവന് ഫ്രണ്ട് വെച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ കളിക്കുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് വാരി കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഇതും വെച്ചേക്കും. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തട്ടി താഴെ ഇടും. കഴിച്ചേ? അങ്ങനെ എന്തെങ്കിലും സാധനം അവൻ്റെ കയ്യിൽ ഇരിക്കുമ്പം അവൻ കുഴപ്പമില്ല. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ പാലാണ് കൊടുക്കുന്നത്. ഇച്ചിരി ഫുഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും പുള്ളിയാണെങ്കിൽ ചീറ്റ് തുപ്പിക്കളച്ചില്ല പരിപാടി. തുപ്പല്ല നീ. കയ്യിലെന്തെങ്കിലും ചിക്കൻ്റെ പീസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിരിച്ച് കഴിച്ച് കഴിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ഒന്ന്, കഴിക്കുന്ന ഒന്ന് അല്ലേ എസക്കുട്ടി? ഇനി ഇവൻ്റെ എറിച്ചിലൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളൊന്ന് സെറ്റാക്കണം. നല്ലതാണോ? നല്ലതാണോ? അവൻ്റെ ഒപ്പം നമ്മളും കഴിക്കുകയാണെങ്കിൽ അവൻ കുറച്ച് കഴിക്കും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കുറച്ച് സ്പെഗറ്റിയൊക്കെ എടുത്ത് ഞാനും കൂടെ കഴിക്കുകയാണ്. ബെല്ലം തരാം. അത്യാവശ്യം നമ്മുടെ കഴിപ്പ് പരിപാടികളെല്ലാം കഴിഞ്ഞു അല്ലേ? നമുക്ക് പുറത്ത് പോകണ്ടേ? കളിക്കാൻ പോകണ്ടേ? കളിക്കാൻ പോകാം നമുക്ക്. പോവാം നമുക്ക്. ഇതൊക്കെ കഴിച്ചുകൂടി വീണ്ടും ഉടുപ്പൊക്കെ മാറ്റി ആക്റ്റീവായി പാ നമുക്ക്. വാ വാ വാ. അതായത് ഇവര് പുറത്ത് പോയി കുറച്ചു നേരം കളിക്കുന്നത് നല്ലതാണ്. ഇപ്പം എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവും. ഇന്ന ഓടിപ്പാ. അകത്ത് ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഇടിയിപ്പിച്ചിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പുറത്ത് വെച്ച് ഇടിയിപ്പിക്കാനും പറ്റത്തില്ലല്ലോ. വന്നേ എന്നാ ബോളാണോ? എന്നെ നോക്കണേ. അവിടെ പോലെ നോക്കണേ. സോക്സ് ഒക്കെ ഇടാൻ നേരത്തെ ഉള്ള കുറച്ച് ഒരു ഒച്ചപ്പാട് വെള്ളമൊക്കെ ഉണ്ട്. നോർമലി ഇവരെ ജാക്കറ്റ് ഇടിപ്പിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഇതാ. നല്ല ചൂടല്ല അതൊക്കെ. ഇറക്കാൻ നേരം ചെറിയൊരു കരച്ചിലുണ്ട്. പക്ഷെ ഇപ്പം തന്നെ മാറും. നമുക്ക് പോവാം. നമുക്ക് കളിക്കാൻ പാടി. ഇപ്പം പുറത്ത് പോയി കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും ഇവനെ സുഖമായിട്ട് വീണ്ടും ഉറങ്ങാൻ പറ്റും.
സാധാരണ ഇവിടെ ഡേ കെയറിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഇവർ ഫുൾ ടൈം ഉറക്കവും ഫുഡ് കഴിപ്പൊന്നുമല്ല, കറക്റ്റ് ഷെഡ്യൂളുണ്ട്. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഔട്ട് പുറത്തായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും പുറത്ത് പോകും. അങ്ങനെയാണ്. അപ്പം ഇപ്പോൾ പുള്ളി ഓക്കെ ആയി. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇപ്പോൾ ചിക്കുവാണ് ഈവനിങ് ഇരിക്കുകയെങ്കിൽ രാവിലെ അവൻ പുറത്ത് പോയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ചിക്കു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ചിക്കു കൊണ്ടുപോകും. വീക്കെൻഡൊക്കെ ആകുമ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും. നല്ല സൺലൈറ്റ് ഉണ്ട്. അപൂർവമായിട്ടാണ് ഇവിടെ സൺലൈറ്റ് വരുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഒരു നോർമൽ രീതിയാണ്. സാധാരണഗതിയിൽ മഴയായാലും തണുപ്പായാലും വെയിലായാലും പിള്ളേരെ ഇത്ര മണിക്കൂർ പുറത്ത് കൊണ്ടുപോവുക, അവരോടൊപ്പം കളിക്കുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളതൊക്കെ നോർമൽ രീതിയാണ്. അപ്പം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന ഫാമിലിനെയൊക്കെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും സമയത്ത് ഇവരെ കൊണ്ടുപോകും, ഒരുമിച്ച് കളിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ വീട് അടുത്തുള്ളൊരു പാർക്ക്. അപ്പോൾ തനിച്ചൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ പിള്ളേരെയും കൊണ്ട് ഇവിടെ വരും. എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ദൂരം നടന്ന് വലിയ പാർക്കുണ്ട്, അവിടെ പോവേ. ഇപ്പം ഈ സമയം ആയതുകൊണ്ട് ഇപ്പോൾ 12 മണി കഴിഞ്ഞുള്ളൂ. ഈ സമയമാകുമ്പോഴേക്കും ആൾക്കാരൊന്നുമില്ല. ഒരു ഈവനിങ് 3 മണി കഴിയുമ്പോൾ തൊട്ട് ഒത്തിരി പിള്ളേരൊക്കെ വന്ന് കളിക്കാൻ വേണ്ടി വരും. അപ്പോൾ കുട്ടീനെ തന്നെ ഇവിടെ ഞാനിവിടെ കൂടി അവനെ കളിപ്പിക്കുവാണെങ്കിൽ അവൻ ആക്റ്റീവ് ആവും. എന്നാ ഉണ്ട്? ഓക്കെ ആണോ കുട്ടി? എന്നുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? യസക്കുട്ടി എന്നെ നാട്ടാ നടക്കണോ? ഇനി ആട്ടണോ? അപ്പോൾ ഇനി ആട്ടണോ? അത്രയും സ്പീഡ് മതി, അത്രയും സ്പീഡ് മതി കേട്ടോ. വന്നേ പയ്യെ ഊർന്നു വാ. പയ്യെ ഊർന്നു വാ. പതുക്കാതിരിക്കാം. ഓച്ചോ പയ്യെ വാ, പയ്യെ വാ, പയ്യെ വാ. ചിട ചിട വന്നേ. പാപ്പ പയ്യെ വലിക്കാം. പയ്യെ അത്ത കയറണോ? പൊന്നിന് കയറണോ? ഇവന് മഞ്ഞ് കളിക്കാൻ ഇഷ്ടമാണേ. ഇപ്പം നോക്കിയിരുന്നില്ലെങ്കിൽ മഞ്ഞ് വാരി വായിക്കത്തില്ല നോക്കിയിരുന്നില്ലെങ്കിൽ. തണുത്തോ? 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 തണുക്കുന്നുണ്ടോ? എന്നാ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇനിയും വേണോ? ഇനിയും വേണോ? ഇനിയും വേണോ? നമ്മളൊരു 1 മണിക്കൂർ പുറത്തിറങ്ങി ഫ്രഷ് എയർ ഒക്കെ കൊണ്ടുപോകുമ്പോഴേക്കും പ്രത്യേക എനർജിയാണ്. പേസക്കുട്ടി ഹാപ്പിയാണ്. ഇനി ഞാൻ ചെന്നിട്ടൊന്ന് കുളിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമുള്ളൂ. അന്നേരത്തേക്കും ചെക്ക് വരുന്നു. അപ്പോൾ നമ്മൾ വീടെല്ലാം കൈമാറി, അടുത്തയാൾക്ക് വീടെല്ലാം കൈമാറി, പിള്ളേരെയും കൈമാറി ഒരാൾ സ്ഥലം വിടുന്നു. ഇതൊക്കെയാണ് നോർമലി പ്രത്യേകിച്ച് ഈ പുറത്ത് താമസിക്കുന്ന എല്ലാവരുടെ അവസ്ഥ. ഒരാൾ എപ്പോഴും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പം, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകും. ഒരാൾ മാത്രം ജോലിയാണെന്നുണ്ടെങ്കിൽ സുഖമാണ്. ബട്ട് ഇവിടെയൊക്കെ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 2 പേർക്കും ജോലി ഉണ്ടെങ്കിലാണ് തട്ടിയും മുട്ടിയും ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഉള്ള സമയം നമ്മൾ മാക്സിമം ഒരുമിച്ച് ഡ്യൂട്ടി എടുത്തുകൊണ്ട് ഒരേ സമയം വീട്ടിലുള്ള രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. എങ്കിലും ഷിഫ്റ്റ് ജോലിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതൊന്നും പോസിബിൾ ആവത്തില്ല. -9 ടെമ്പറേച്ചർ. യസക്കുട്ടി ഉണ്ടായതിന് ശേഷം ഞങ്ങൾ നേരത്തേക്കാളും കുറച്ചും കൂടെ ആക്റ്റീവായി. കാരണം വെച്ചാൽ നേരത്തെ പിള്ളേർ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നല്ലോ. യസക്കുട്ടി ആയതിനു ശേഷം നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ മാനസികമായിട്ട്
യങ്ങായ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, കുറച്ചും കൂടെ പണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയല്ലേ, ഒരു ഫീൽ, ഒരു പ്രത്യേക ഫീലാട്ടോ. ഇതാണ് പുറത്തുനിന്നുള്ള നമ്മുടെ ഇഗ്ലുവിൻ്റെ അവസ്ഥ. പ്ലസ് ആയ സമയത്ത് ഈ ബലൂണുകൾ കുറച്ച് സ്ലിമ്മായല്ലോ. സ്ലിമ്മായപ്പം ഇടയ്ക്കോടെ ഇങ്ങനെ ചെറിയ ഒരു ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്. ഇവിടെ ഈ സ്നോ കിടക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ നമ്മളത് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇടയ്ക്കോടെ മാത്രം ചെറിയ പാടുകളുണ്ടല്ലേ ഇങ്ങനെ. ഇത് ഓൾറെഡി ബലൂണുകൾ തമ്മിൽ വലിപ്പം ഉണ്ടായിരുന്നു. ആ പ്ലസ് മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബലൂണുകൾ കുറച്ച് ചെറുതായി കഴിഞ്ഞപ്പോഴേക്കും ആ ചാന്തും പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി. പക്ഷേ നല്ല സ്ട്രോങ്ങാണ്. മുകളിലൊക്കെ നല്ല വീണ്ടും സ്നോ വന്നങ്ങ് ഫില്ലായിപ്പോയി. അങ്ങനെ നമ്മുടെ കുഞ്ഞു നടപ്പൊക്കെ കഴിഞ്ഞ് കുഞ്ഞുകളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അതിനകത്തേക്ക് പോകണ്ട. പോന്നു. അപ്പോൾ താക്കോലുണ്ടായിരുന്നു, കൈ താക്കോലുണ്ടായിരുന്നോ? അപ്പോൾ അപ്പോട്ട് ബാക്കിൽ ഡോർ അൺലോക്ക് ചെയ്തിട്ടാ പോയേ. എങ്ങനെ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? പപ്പ പോയി പോരാ കേട്ടോ. മോക്കെ ചുമന്നു കുറേ നേരമായില്ലേ. ഇനി അകത്ത് കയറിക്കും, ഇനി ഭാഗത്ത് കയറി വയ്ക്കാം. പപ്പ പോരാ. കുട്ടിയുടെ ഷൂസ് പുള്ളി തന്നെയൊക്കെ എടുത്തോണ്ട് വരും. കൊണ്ടുപോവാ ചേച്ചി കൊടുക്കുവാണോ? പുള്ളി ഹാപ്പി ആയോ? താങ്ക് യു. പപ്പയ്ക്ക് തന്നു. അത് വന്ന പിന്നെ നമ്മള് ഫ്രീ ആയി അല്ലേ? പിന്നെ അപ്പനും അമ്മയും ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയാൽ മതി അല്ലേ? അങ്ങനെയാണോ? പുറത്ത് പോയിട്ട് വന്നിട്ട് അവന് കുറച്ച് പാലും കൂടെ കൊടുത്തേ. കഴിഞ്ഞിട്ട് വീണ്ടും അത്ര നേരം പുറത്തൊക്കെ ആയതുകൊണ്ട് വീണ്ടും പുള്ളി ഉറങ്ങുന്നു. നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടി കഴിയുമ്പോഴേക്കേ ഇപ്പോൾ തന്നെ ചിക്ക് വരും. അത് കഴിയുമ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. ചക്കി ഹോംവർക്ക് ചെയ്യുന്നു. കുട്ടിക്ക് ഇന്ന് ഹോബിയുണ്ട്. ജോണിക്കുട്ടി വരുമ്പോഴേക്കും 3 മണി കഴിയും. മാള് വരുമ്പം മാളിന് ഹോബിയുണ്ട്. അപ്പം മാളിൻ്റെ ഹോബിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 5 മണിയാവും. അപ്പം ഇതായിരുന്നു ഷോർട്ടായിട്ട്. രാവിലത്തെ പരിപാടിയൊന്നും കാണിച്ചില്ല. രാവിലത്തെ 4 പേരുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഓട്ട സമയമാണ്. അപ്പം അതൊന്നും കാണിച്ചില്ല. ഇതാണ് നോർമലി ഇതെല്ലാ വീടുകളിലൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പം എനിക്ക് ഇതൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. രാവിലെ യേശക്കുട്ടി എണീറ്റ്. അങ്ങനെ യേശക്കുട്ടി വീണ്ടും എണീറ്റു. പാപ്പയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിന്നേ, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ഇന്ന് പക്ഷേ ഭയങ്കര കാമായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞാനും ഭയങ്കര കാമായിരുന്നു. ഇന്നെല്ലാം നല്ല സ്മൂത്തായിട്ട് പോയി. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല. ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയുണ്ടാകത്തില്ല. ഇവൻ ഉറങ്ങിയ സമയത്ത് എനിക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടിൽ വിളിക്കാനുള്ളത്, ഇതിനിടയ്ക്ക് ചിക്കു വിളിച്ചു. എന്നൊന്ന് പറഞ്ഞേ. ഇതായിരുന്നു നമ്മുടെ കുഞ്ഞു വീഡിയോ എന്ന് പറയാൻ. ടാറ്റ ബൈ ബൈ പറഞ്ഞേ കൊച്ചു പറഞ്ഞേ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതൊക്കെ നോർമൽ സംഭവം തന്നെയാണ്. എൻ്റെ ഈ സാമ്രാജ്യത്തിന്റെ താക്കോൽ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. തന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. എല്ലാം നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചുമ്മാ ജോലി എടുത്ത്